ചേച്ചി സിനിമ ഫീൽഡിൽ വരാനുള്ള കാരണം, ആ സാഹചര്യത്തിനെ പറ്റി ഒന്ന് പറയാമോ? കാരണം എൻ്റെ സിസ്റ്റേഴ്സാണ് ലളിത, പത്മിനി, രാഗിണി എന്ന് പറയുന്നത്. അപ്പം അവരൊക്കെ മദ്രാസിൽ വന്ന് സിനിമയിൽ ചേർന്ന് കഴിഞ്ഞു. അത് കഴിഞ്ഞ് ഒരു ദിവസം ഞാൻ ട്രിവാൻഡ്രത്ത് വരുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വല്യമ്മയുടെ കൂടെയാണ് താമസിച്ചിരുന്നത്. അങ്ങനെ മദ്രാസിൽ വരുന്നതെന്ന് ചോദിച്ചു, ഞാൻ പോന്നു കുഞ്ഞമ്മയുടെ കൂടെ. അത് കഴിഞ്ഞ് ഇവിടെ വന്ന് ഡാൻസൊക്കെ പഠിച്ചു. അങ്ങനെ ഇരുന്നപ്പോഴത്തേക്ക് ഒരു ദിവസം AVM സ്റ്റുഡിയോയിൽ ഓടിരവെന്ന് പറഞ്ഞൊരു തമിഴ് പടം. അപ്പോൾ എപ്പോഴും ഞങ്ങൾ ഷൂട്ടിങ്ങിനൊക്കെ കൂടെ പോകും. അങ്ങനെ ഡയറക്ടർ P. നീലകണ്ഠൻ അദ്ദേഹം ചോദിച്ചു, എന്നാ സുകുമാരി ഡാൻസ് പண்றியா? അപ്പം നമുക്കൊന്നും അറിഞ്ഞിട്ട് അപ്പോൾ എല്ലാവർക്കും പറഞ്ഞു ഡാൻസ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെയാണ് ആദ്യമായിട്ട് സിനിമയിൽ ഒരു ഡാൻസ് ചെയ്യുന്നത്. ചെറിയ ലളിതക്കൻ്റെ ചെറിയ പ്രായം. അന്ന് എത്ര പ്രായമുണ്ട്? എനിക്ക് തോന്നുന്നു ഒരു 8-9 വയസ്സ് കാണണം. 8-9 വയസ്സ്. അങ്ങനെ തുടങ്ങി. അപ്പം 8-9 വയസ്സ് മുതൽ ഈ ഫീൽഡിൽ തുടങ്ങി. ഞാനിപ്പോൾ ഫീൽഡ് വന്നിട്ട് എനിക്ക് തോന്നുന്നു ഒരു 40 വർഷമെങ്കിലായിരുന്നു. ഓ, അത് ശരി. അപ്പൊ ഈ 40 വർഷം കൊണ്ടുള്ള അനുഭവങ്ങൾ എന്തൊക്കെയാണ് ചേച്ചിക്ക്? അനുഭവങ്ങൾ എന്ന് പറഞ്ഞാൽ ഒരുപാടുണ്ട്. അത് ഇപ്പൊ സമയം പോരാ. എന്നാലും കുറച്ച് മനസ്സിനെ എല്ലാം നല്ല അനുഭവങ്ങളാണ്, ചീത്ത അനുഭവങ്ങളൊന്നുമില്ല. വെരി ഹാപ്പി, സാറ്റിസ്ഫൈഡ്. ഓ യെസ്. അത് ശരി. ഈ ജോലിയിൽ എനിക്ക് വലിയ ഇഷ്ടമാണ്. അത് ശരി. എനിക്ക് വേറെ ജോലിയൊന്നും അറിഞ്ഞൂടാ, പക്ഷെ ഇത് ഭയങ്കര ഇഷ്ടമുള്ള ജോലിയാണ്. സമയം എല്ലാവർക്കും ഒരുപോലെയാണ്. ഇഷ്ടമില്ലെന്ന് പറയും, സൗകര്യം പോലെ വ്യാഖ്യാനിക്കാം. ഇങ്ങനെ ഊണും ഉറക്കവും ഉപേക്ഷിച്ചിട്ട് ജോലി ചെയ്യുന്നത് ആർക്ക് വേണ്ടിയാണ്? അമ്മാവൻ എനിക്ക് വേണ്ടി ചെലവാക്കിയ പണം മടക്കി കൊടുക്കും. ഇവിടെ പണം ഇല്ലാഞ്ഞിട്ടാണോ കൊടുക്കാത്തത്? എന്റെ പഠിത്തത്തിന് വേണ്ടി ചെലവാക്കിയ പണമാണ്. ഞാൻ അധ്വാനിച്ചുണ്ടാക്കി തന്നെ അത് തിരിച്ചു കൊടുക്കും. രവി, പല ദിവസങ്ങളായി പറയണമെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്കെന്നെ സ്നേഹിക്കാൻ കഴിയുന്നില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഒരു ഭാര്യ എന്ന നിലയ്ക്ക് എനിക്ക് ചില അവകാശങ്ങളുണ്ട്. നിങ്ങൾക്ക് എന്നോട് ചില കടമകൾ, അത് മറക്കരുത്. ആദ്യമായിട്ട് അഭിനയിച്ച മലയാള പടം ഏതാണ്? എനിക്ക് ശരിക്കൊരു ഓർമ്മയില്ല, പക്ഷെ പ്രഭു സാറിന്റെ പടമാണെന്ന് തോന്നുന്നു. അതിലെ ക്യാരക്ടറിൽ എന്തെങ്കിലും പ്രത്യേകത ചേച്ചിക്ക് തോന്നിയിട്ടുണ്ടോ? അല്ല, അപ്പോൾ ഇതൊന്നും ഞങ്ങൾക്ക് ഓർമ്മിക്കാനുള്ള സമയം കിട്ടിയിരുന്നില്ല. എന്നുവെച്ചാൽ ഒന്നാമത് താമസിച്ചിരുന്നത് ലളിതകന്റെ പത്മിന്റെ വീട്ടിലാണ്. അപ്പൊ അവിടെ അമ്മ പറയും ഇന്ന പടത്തിന് ഷൂട്ടിങ്ങിന് പോകണം, ഇന്ന പടത്തിന് ഡാൻസിന് പോകണം. അതനുസരിച്ച് നമ്മൾ പോവും. അവിടെ എന്ത് ചെയ്യാൻ പറയുന്ന വെച്ചാൽ ചെയ്യും, തിരിച്ചു പോരും. അല്ലാതെ ഞങ്ങളായിട്ട് ഡയറക്റ്റ് ആയിട്ട് ഒന്നും ഡീലിംഗ് ചെയ്യില്ല. അല്ല, എന്നാലും ഒരു നോട്ടബിൾ ക്യാരക്ടർ എന്ന് പറഞ്ഞ് ചെയ്തിരിക്കുമല്ലോ. എനിക്ക് തോന്നുന്നു തസ്കര വീരൻ. അത് കോയമ്പത്തൂരില് പക്ഷിരാജ സ്റ്റുഡിയോ, ശ്രീരാമൻ നായിഡു എന്ന് പറഞ്ഞൊരു പ്രൊഡ്യൂസർ ഉണ്ടായിരുന്നു. അപ്പൊ എടുത്ത് സത്യ മാസ്റ്റർ, രാഖിമ്മ എല്ലാം അഭിനയിച്ചാണ്. അപ്പൊ അതിലിതുപോലെ തന്നെ അതിലൊരു വില്ലി റോളുണ്ട്. അതായത് കൊട്ടാരക്കരയുടെ ഭാര്യയായിട്ട്. അതിൽ അഭിനയിക്കാനായിട്ട് ആരോ പറഞ്ഞു വെച്ചിരുന്നു, അവര് വന്നില്ല. അപ്പൊ പെട്ടെന്ന് അതുമാതിരി ഞാൻ രാഗിണിയെ കൂടെ പോയിരിക്കായിരുന്നു. അപ്പൊ പറഞ്ഞു സുകുമാരി അഭിനയിക്കട്ടെ എന്ന് പറഞ്ഞു. അപ്പം എനിക്ക് സത്യത്തിൽ ഈ അഭിനയിക്കുന്ന ഇതൊന്നും എനിക്ക് അറിഞ്ഞൂടാ, ഈ ഡാൻസ് ചെയ്തുകൊണ്ടിരിക്കുന്നുള്ളതല്ലാതെ. അങ്ങനെ പെട്ടെന്ന് സാരിയൊക്കെ കൊടുത്ത് ആദ്യമായിട്ട് ഒരു എത്ര വയസ്സുണ്ട് എനിക്ക് ഓർമ്മയില്ല, ഒരു 15-16 വയസ്സ് കാണണം. അപ്പൊ അന്ന് മുതൽ ഈ വില്ലി ടൈപ്പ് ക്യാരക്ടർ? അല്ല, അങ്ങനെയല്ല. അത് കഴിഞ്ഞിട്ട് ഞാൻ എത്രയോ പടത്തിൽ ഹീറോയിനായിട്ട് അഭിനയിച്ചു, അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ എനിക്ക് പടങ്ങളുടെ പേരൊന്നും എനിക്ക് ഒരു ഓർമ്മയില്ല. തമിഴിലായിരിക്കും. ഞാൻ തമിഴിലാണ് കൂടുതൽ അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പോ ഇപ്പൊ മലയാളമാണ് കൂടുതൽ. അപ്പൊ ഞാൻ തമിഴിലാണ് അഭിനയിച്ചുകൊണ്ടിരുന്നത്. അപ്പൊ ഇതൊന്നും ഞാൻ ഓർത്തിട്ടില്ല, എഴുതി വെച്ചിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. അങ്ങനെ എപ്പോഴാണ് എനിക്ക് നല്ല നല്ല ക്യാരക്ടേഴ്സ് ചെയ്യണം, സിനിമയിൽ അഭിനയിച്ച് ഒരു പ്രശസ്തി നേടണം എന്നൊരു ഫീലിംഗ് ഉണ്ടായിരിക്കുമല്ലോ, അത് എപ്പോ തോന്നി? എപ്പോഴതുമാതിരിയുള്ള ഞാൻ മദ്രാസിൽ വന്നതിന് ശേഷം ഞാൻ ചോന്റെ ഡ്രാമയിൽ അഭിനയിച്ചിട്ടുണ്ട്. തമിഴ് ഡ്രാമയാണ്. അതൊരു 10-13 ഡ്രാമ ഞാൻ അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അതിൽ ഉന്മയെ ഉൻവിളി എന്ന യാർക്കും വെടുക്കമില്ലേ, ഇതൊക്കെ നല്ല ഡ്രാമാസാണ്. തുക്ലക്, അതിൽ യാർക്കും വെടുക്കമില്ലേ എന്ന് പറഞ്ഞ ഒരു പടത്തിൽ അതിൽ ഡ്രാമയിൽ ഞാനാണ് ഹീറോയിന്. ആ റോൾ കണ്ടിട്ട് ഡയറക്ടർ മാധവൻ, അദ്ദേഹം പട്ടിക്കാട പട്ടണമ്മ എന്ന് പറഞ്ഞൊരു പടം എടുത്തുകൊണ്ടിരുന്നു. അതിൽ ജയലളിതയുടെ മദറായിട്ട് അഭിനയിക്കാൻ വിളിച്ചു. നല്ല റോളായിരുന്നു. അതിന് ശേഷമാണ് അങ്ങനത്തെ റോളുകൾ
ചെയ്യാനായിട്ട് താല്പര്യം തോന്നിയതും ചെയ്യാം എന്നുള്ളത് ഒരു ഉറപ്പ് വന്നതും. നമുക്ക് തന്നെ ഒരു കോൺഫിഡൻസ് വേണമല്ലോ ചെയ്യാന്നുള്ളത്. അത് ആ പടത്തിന് ശേഷമാണ് എനിക്ക് തോന്നിയത്. അപ്പൊ തമിഴിലെ പോപ്പുലാരിറ്റി വന്നതിന് ശേഷമാണ് ചേച്ചിക്ക് മലയാളത്തില്? അല്ല, ഞാൻ മലയാളത്തിന് ആദ്യമേ ഡാൻസ് വേഷങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നു. ഇപ്പൊ സത്യമാസിന്റെ കൂടെ ഉണ്ടായിരുന്നു, മധുചേട്ടന്റെ കൂടെ ഉണ്ടായിരുന്നു, നസീറേട്ടന്റെ കൂടെ ഉണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ബട്ട് എനിക്ക് ഓർമ്മിക്കാൻ സാധിച്ചിട്ടില്ല. ഞാൻ ഇതൊക്കെ ചെയ്തിട്ടുണ്ട്, ഇന്ന പടത്തിൽ ഇന്ന വേഷം. ഇപ്പൊ കാണുമ്പോ ഓർക്കുന്നുണ്ട്. എന്താ കത്ത് വന്നിട്ടുണ്ടോ? അതെ വന്നിട്ടുണ്ട്. ആ കാര്യത്തിലൊക്കെ രവിക്കുഞ്ഞിനെ സമ്മതിക്കണം. അമ്മയ്ക്കും ഭാര്യയ്ക്കും പ്രത്യേകം എഴുതിയിരിക്കുന്നത്. എനിക്ക് കത്തുണ്ടെങ്കിൽ ഇനി തന്നേക്കൂ. 1000 കൂട്ടം ജോലി എടുക്കുമ്പോ അവർക്ക് കത്ത് വായിക്കാനാ തിരക്ക്. അതൊരു കണക്കിന് നേരാ. ആദ്യം അധ്വാനം, പിന്നെ വിശ്രമം എന്നാണല്ലോ പുതിയ മുദ്രാവാക്യം. രവിച്ചേട്ടൻ എനിക്ക് അവനെന്നാടി നിന്റെ സ്വന്തമായത്? നീ ഇന്നലെ കയറി വന്ന പെണ്ണല്ലേ? 10 മാസം നൊന്ത് പ്രസവിച്ച് അവനെ വളർത്തിയെടുത്തത് ഞാനാ. അവന്റെ വിശേഷങ്ങൾ ഞാൻ മാത്രം അറിഞ്ഞാലും ഒരു തരക്കടില്ല. ഓ, ഭർത്താവിന്റെ കത്ത് കിട്ടാത്തോണ്ട് അവള് കണ്ണീരൊഴുക്കുക. മൂദേവി, എന്നാ ഒന്ന് തരാ. അങ്ങനെ ഇപ്പൊ വായിക്കണ്ട. നീ വന്നിട്ട് അമ്മയോട് ഇതുവരെ വിശേഷം ചോദിക്കാൻ പോലും നിനക്ക് തോന്നിയില്ല. ആ, ഇത്രയൊക്കെ എവിടെടാ. ഞാൻ എത്ര കഷ്ടപ്പെട്ടാ നിങ്ങളെയൊക്കെ വളർത്തിയത്. ഇപ്പൊ ഹൃദ്രോഹിയായി. നിങ്ങൾക്ക് ആർക്കും എന്നെ വേണ്ട. വിമലയെ കൂടി ഞാൻ കൊണ്ടുപോകും. അപ്പൊ പിന്നെ ഇവിടെ ആരാ? അടുക്കള ജോലിക്ക് ആരെങ്കിലും വിളിച്ചു നിർത്തണം. ഞാൻ എവിടെയെല്ലാം തിരക്കി. ഇനിയുള്ള കാലത്ത് അടുക്കള ജോലിക്ക് ആരും കിട്ടില്ല. വിമല എന്തായാലും ഞാൻ കൊണ്ടുപോകും. നീ കൊണ്ടുപോകല്ലേടാ? കൊണ്ടുപോകും. നിനക്ക് അമ്മ വേണ്ട, ഭാര്യ മതി. ഞാൻ എത്ര കഷ്ടപ്പെട്ടാ നിങ്ങളെയൊക്കെ വളർത്തിയെടുത്തത്. ഞാൻ എനിക്കിത് ജീവിച്ചിരിക്കണ്ട. നിങ്ങളിത് കേട്ടോ? ഞാൻ പറയുന്നത് കേട്ടോ? ഇതിനെ എന്താണ് ഞാൻ എഴുതിയിരിക്കുന്നത്? കൊണ്ടുവെച്ചൂടെ? അമ്മ എന്തൊക്കെ ബഹളം കൂട്ടിയാലും വിമലയെ കൊണ്ടുപോകാൻ ഞാൻ തീരുമാനിച്ചു. കൊണ്ടുപോകത്തില്ലടാ. അവളെ നീ തനിച്ച് കൊണ്ടുപോകത്തില്ല. അവളുടെ കൂടെ ഞാനും വരും. തമിഴിലും മലയാളത്തിലും അഭിനയിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ എന്തെങ്കിലും ഒരു ഡിഫറൻസ് കാണാനുണ്ടോ? മലയാളത്തിൽ എന്ന് പറഞ്ഞാൽ മിക്കവാറും ഒരു ഫാമിലി ഒരു അറ്റ്മോസ്ഫിയർ ആണ്. തമിഴില് എന്തുകൊണ്ട് എന്റെ അടുത്ത് എനിക്ക് തോന്നിയിട്ടില്ല. പക്ഷെ കുറച്ചൊക്കെ നോക്കിയാൽ അങ്ങനെയല്ല. ഇപ്പൊ ഹീറോയിൻ, ഹീറോ, ഇല്ല കോമഡി ചെയ്യുന്നവർ, അങ്ങനെ കുറച്ചൊരു എന്തോ ഒരു വ്യത്യാസമുണ്ട്. ഇല്ലെന്നില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിഞ്ഞില്ല. പക്ഷെ ഞാൻ അത് ഫീൽ ചെയ്തിട്ടില്ല. നമുക്ക് എല്ലാവരെയും അറിയാവുന്നതുകൊണ്ട് ഞാൻ അവരുടെ കൂടെ മൂവ് ചെയ്ത് പോകുന്നു. പക്ഷെ എന്തുകൊണ്ടെന്നാണ് എല്ലാരും വിചാരിക്കുന്നത്. എന്താ വ്യത്യാസമുണ്ട്? വ്യത്യാസമുണ്ട്. ഇല്ലെന്നില്ല. ഇപ്പം ഈ ഫീൽഡിൽ ആരെടുത്തെങ്കിലും എന്തെങ്കിലും കടപ്പാടോ അങ്ങനെ പ്രത്യേകതരമായിട്ട് ചേച്ചിയെ മുൻപോട്ട് കൊണ്ടുവന്നു ആരെങ്കിലും? അങ്ങനെ പറയാനില്ല. ബിക്കോസ് ഞാൻ പറഞ്ഞില്ലേ, ബിക്കോസ് എന്റെ ബാക്ക്ഗ്രൗണ്ട് എന്ന് പറഞ്ഞാൽ ലളിതക്കനും പത്മിനിയക്കനായിരുന്നു. അപ്പൊ അവരുടെ കൂടെ നിന്നതുകൊണ്ട് എല്ലാരെയും അറിയാം. അപ്പൊ തനിച്ച് ഇവരെ ഞാനാണ് കൊണ്ടുവന്നത് എന്ന് പറയാനായിട്ട് അങ്ങനെയൊന്നുമില്ല. പിന്നെ നല്ല നല്ല ക്യാരക്ടേഴ്സ് വന്നിട്ടുണ്ട്, ഓരോ ഡയറക്ടേഴ്സ്, ഓരോ പ്രൊഡ്യൂസേഴ്സും ഒക്കെ. എപ്പോഴാണ് അവാർഡ് കിട്ടിയത്? ഫസ്റ്റ് അവാർഡ് ചട്ടക്കാരി. അത് നല്ല നോട്ട്, നല്ല പടമായിരുന്നു. സേതുമാധവൻ സാർ ഡയറക്ടർ ചട്ടക്കാരി. ഒരു ബാസായ സാറ് എന്റെ വീട്ടിൽ വന്ന് ഈ എളിയ സൽക്കാരം സ്വീകരിച്ചതിന് ഞാൻ എന്നും ബോസും കീഴ്ജീവനക്കാരനും ഒക്കെ ഓഫീസിൽ. ഇവിടെ ഞാൻ എന്റെ ഫ്രണ്ടിന്റെ വീട്ടിൽ വിരുന്ന് വന്നിരിക്കുകയാണ്. ഞാൻ വരട്ടെ. എത്ര സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്? ശരിക്കും കണക്ക് നോക്കുകയാണെങ്കിൽ എല്ലാ ഭാഷയിലും ഞാൻ ചെയ്തിട്ടുണ്ട്. മോർ ദാൻ 1000. ഏത് തരം ക്യാരക്ടറാണ് ചേച്ചിക്ക് ചെയ്യാൻ കൂടുതൽ ഇഷ്ടം തോന്നിയിട്ടുള്ളത്? ഞാൻ എല്ലാ ടൈപ്പ് ക്യാരക്ടറും ചെയ്തിട്ടുണ്ട്. ബട്ട് എനിക്ക് തോന്നുന്നു ഐ പ്രിഫർ കോമഡി. കോമഡി എന്ന് പറഞ്ഞാൽ ഫുൾ ലെങ്ത് കോമഡി അല്ല, കുറച്ച് മിക്സ്ഡ് ആയിരിക്കണം. സീരിയസ് റോൾ ചെയ്യുന്നതിൽ ഇഷ്ടമാണ്. പക്ഷെ 1-2 കൊള്ളാം. ഒരേ സീരിയസ് ആയിട്ട് പിന്നെ കരയുന്ന റോളാണെന്ന് പറഞ്ഞാൽ വിഷമമുണ്ട്. കുറച്ച് കോമഡി ഒക്കെ ആണെങ്കിൽ താല്പര്യമായിട്ട് ചെയ്യാനുള്ളത്. ഞാൻ എല്ലാ ഫ്രം ദ ബിഗിനിങ് എല്ലാ ടൈപ്പ് റോളും ചെയ്തിട്ടുണ്ട്.
ഇപ്പം നസീറേട്ടൻ്റെ കൂടെ തന്നെ ഹീറോയിനായിട്ട് അഭിനയിച്ചു, അമ്മയായിട്ട് അഭിനയിച്ചു, അനിയത്തിയായിട്ട് അഭിനയിച്ചു, ചേട്ടത്തിയായിട്ട് അഭിനയിച്ചു, ഈ മാമിയാരെന്ന് പറയില്ലേ അമ്മായിയമ്മ, അത് അഭിനയിച്ചു. അങ്ങനെ ഓരോരുത്തരുടെ കൂടെയും അങ്ങനെ ഓരോരോ ഡിഫറെന്റ് ടൈപ്പിൽ അഭിനയിക്കാൻ സാധിച്ചിട്ടുണ്ട്. സത്യമാഷിന്റെ കൂടെ, മധുചേട്ടന്റെ കൂടെ, എല്ലാം ഭാര്യയായിട്ടും അമ്മയായിട്ടും എല്ലാം. അപ്പൊ കൂടുതൽ ഓഡിയൻസിന്റെ റെസ്പോൺസ് ഏത് ടൈപ്പ് ക്യാരക്ടർ ചെയ്തിട്ടാണ് വന്നിട്ടുള്ളത്? എന്നുവെച്ചാൽ ഇപ്പൊ ചേച്ചിക്ക് പല ഫാൻസ് ഉണ്ടാവും, പലവരുടെ പറയുന്ന എല്ലാ റോളും നന്നായിരിക്കും എന്നാ പറയുന്നത്. എടാ മഹാഭാവി, 9 മാസം ചുമക്കുന്ന നിസ്സാര കാര്യമാണോടാ? ചേടാ, നിങ്ങൾ എന്റെ വയറ്റിൽ കയറി കിടക്കണ്ട ഞാൻ പറഞ്ഞു. നിങ്ങൾക്ക് കഴിവുണ്ടെങ്കിൽ എന്റെ വയറ്റിൽ കയറി കിടക്ക്. 9 മാസത്തിന് വരെ 18 മാസം ഞാൻ ചുമന്നോളാം. അത്രയും കാലമെങ്കിലും തല്ലുള്ള കഴിയാമല്ലോ. എടാ തോളെ, എന്നെ അഴിച്ചു വിട്ടോട്ട്. എന്റെ തൊലി പോരാനായിട്ട് ഉരിച്ചെടുത്ത് സാമ്പാർ വയ്ക്കുന്നു. നീ അകത്ത് പോടാ, പലിശ പിരിക്കാൻ പോവാ. എന്നെ തല്ലിക്കൊന്നിട്ട് ആർക്ക് വേണ്ടിയായി പലിശ വാരി കൂട്ടുന്നത്? നിങ്ങൾക്ക് ആണും പെണ്ണുമായിട്ട് ഞാൻ ഒരുത്തനല്ലേ ഉള്ളൂ. നീ ആരാണോടാ എന്ന് ആര് പറഞ്ഞു? നിന്നെ കൊണ്ട് എന്തിനുള്ളാടാ? വയസ്സ് 10-25 ഈ ചുറ്റുവട്ടാരത്തില് കാശുള്ള എത്ര പെമ്പിള്ളേരുണ്ട്. ഒരെണ്ണത്തിനെങ്കിലും ഒന്ന് പ്രേമിക്കാനുള്ള കഴിവ് നിനക്കുണ്ടായിരുന്നോ? അതെങ്ങനെ? തന്തയുടെ മോനല്ലേ? എന്റെ ഗുരുവായൂരപ്പ, എന്റെ ഭർത്താവും ആങ്ങളെയും മോനും എല്ലാം ഇങ്ങനെ മണക്കൂസുകളായി പോയല്ലോ. എന്റെ അമ്മാവൻ എന്താ കുഴപ്പം? ഞാൻ എത്ര നാളായി പറയുന്നു അമ്മാവനെ വരുത്തി എന്റെ അമ്മാവന്റെ കൂടെ പറഞ്ഞയക്കാൻ. അമ്മാവനെ പോലീസിലെടുപ്പിക്കും. അവനെ ഞാൻ ഈ പഠിക്കാത്ത കേട്ടിട്ടില്ല. പോലീസ് ഇൻസ്പെക്ടറിന്റെ വേഷമൊക്കെ അങ്ങ് സ്റ്റേഷനില്. ഇവിടെ വന്നാലേ അവന്റെ കാലിന് മുട്ടിയാൻ തല്ലി ഓടിക്കും. നാട്ടുകാരെ മുമ്പിൽ അവനെ കൊച്ചാക്കിയില്ലേ നാറി. 10,000 രൂപ സീതനം വാങ്ങി അവന് ഞാനൊരു ഒന്നാന്തരം കല്യാണം ഏർപ്പാട് ചെയ്തതാ. കല്യാണത്തിന്റെ തലേ ദിവസം ഒരു എഴുത്ത് എഴുതി വെച്ചിട്ട് സ്ഥലം വിട്ടില്ലേ. സാമദ്രോഹി. അവൻ ഒരു ബ്രഹ്മചാരിയാണ് പോലും. അമ്മേ അമ്മേ അമ്മേ, ഒന്ന് അയച്ചുവിടമ്മേ. എന്റെ പൊന്നമ്മയല്ലേ. ഇന്ന് മുഴുവൻ ഇവിടെ കിടക്ക്. അയ്യോ, മഴയും വെയിലും കൊണ്ട് ഞാൻ ചത്തുവോ അമ്മേ. ഇനി ഒരുത്തരും കൈവക്കി അടിക്കത്തില്ലെന്ന് സത്യം ചെയ്യും. ആരും ഞാൻ കൈവക്കി അടിക്കത്തില്ല. ചെട്ടികുളങ്ങര ഭഗവതിയാണ് അടിക്കത്തില്ലെന്ന് പറ. ചെട്ടികുളങ്ങര ഭഗവതിയാണ് സത്യം, ചോറ്റാനിക്കര ഭഗവതിയാണ് സത്യം, മലയാളപ്പുഴ ഭഗവതിയാണ് സത്യം. ഞാൻ കൈവക്കി ആരും അടിക്കത്തില്ല. ഒന്ന് അഴിച്ചുവിടമ്മേ. എന്റെ പൊന്നു മോനല്ലേ. ഞാൻ ഒരുപാട് അടിച്ചു. ഒരുപാട് വേദന എടുത്തോ? പാവം. ഇനി അടിക്കത്തില്ല. പൊന്നു ഇപ്പം ഡ്രാമയിൽ അഭിനയിക്കുന്നു, സിനിമയിലും അഭിനയിക്കുന്നുണ്ട്. ഏതിലാണ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ? എനിക്ക് അങ്ങനെ തോന്നിയിട്ടില്ല. രണ്ടും ഈക്വലായിട്ട്. അതല്ല ഞാൻ പറയുന്നത്, ഡയറക്റ്റ് ആയിട്ട് ഓഡിയൻസിന്റെ റിയാക്ഷൻ ഇമ്മീഡിയറ്റ് ആയിട്ട് കിട്ടും. കുറച്ച് ലേറ്റ് ആവും, അത്രേ ഉള്ളൂ. അപ്പോ ബട്ട് ഇത് ഫെയിം കൂടുതലാണല്ലോ സിനിമയില്. ഡ്രാമ എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ തമിഴ് ഡ്രാമ തമിഴ്നാട്ടിൽ മാത്രമേ കാണുള്ളൂ. കൂടിപ്പോയാൽ ഡൽഹി, ബോംബെ, കൽക്കട്ട അങ്ങനത്തെ സെലക്റ്റഡ് ആയിട്ടുള്ള ഓഡിയൻസ് ആണ്. പക്ഷെ തമിഴ്നാട്ടിൽ ഭയങ്കര റെസ്പോൺസാണ്. ഈ തുക്ലക് എന്നൊക്കെ പറഞ്ഞത് ഭയങ്കര ഒരു ഇതായിട്ടാണ് ഉണ്ടാക്കിയത്. ഞങ്ങൾ 1000 ഡ്രാമ വരെ കളിച്ചിട്ടുണ്ട്. ആ ഒറ്റ ഡ്രാമ ഫേമസ് ആയിട്ടുള്ളതാണത്. അപ്പൊ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് വിത്തിൻ 2 hours അല്ലെങ്കിൽ ഒരു 5 minutes ഡയലോഗ് പറഞ്ഞാൽ ഉടനെ ഇമ്മീഡിയറ്റ് റിയാക്ഷൻ ആണ്. ഇത് അങ്ങനെയല്ലല്ലോ. കുറച്ച് ലോങ് ടൈം എടുത്താലും അത് കുറെ ദിവസത്തേക്ക് നിൽക്കുമല്ലോ. സാധാരണ ഈ ഇങ്ങനെയുള്ള ക്യാരക്ടർ റോൾസിൽ അഭിനയിക്കുന്നവര് ഡയറക്ടേഴ്സ് പറഞ്ഞു തന്നാണ് അഭിനയിക്കുന്നത്. അതെ. പക്ഷെ അതല്ലാതെ ഇപ്പൊ ചേച്ചിയുടെ സ്വന്തമായിട്ടുള്ള ഡയലോഗ്സും അല്ല, അങ്ങനെയല്ല. ഇപ്പൊ ഡയറക്ടർ പറയുന്ന പറഞ്ഞാൽ ഡയറക്ടറിന് അറിയാമല്ലോ ഈ റോളിന് എന്താ വേണ്ടത് എന്താന്ന് വെച്ചാൽ നമ്മളെക്കാട്ട് കൂടുതൽ അവരല്ലേ പഠിച്ചു വെച്ചിരിക്കുന്നത്. അപ്പൊ അവർ പറയും ഇന്നതാണ് ക്യാരക്ടർ, ഇന്ന മാതിരി ചെയ്യണം എന്ന്. അത് കഴിഞ്ഞിട്ട് നമ്മൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് സജഷൻ പറയാം. സാർ ഞാൻ ഇങ്ങനെ ചെയ്തോട്ടെ, അങ്ങനെ നോക്കട്ടെ, ഇങ്ങനെ ചെയ്തോട്ടെ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ചോദിക്കും. അത് നല്ലതാണെന്ന് പറഞ്ഞാൽ അവർ ശരിയെന്ന് പറയും, അല്ലെങ്കിൽ വേണ്ടെന്ന് പറയും. അത്രേ ഉള്ളൂ. ആ ക്യാരക്ടറിന് ചേരുമെങ്കിൽ ശരിയെന്ന് പറയും, അല്ലെങ്കിൽ അല്ല എന്ന് പറയാം. ഞാൻ ചോദിക്കാതെ ചെയ്യാറില്ല. ഇല്ല. എന്ത് റോള് ചെയ്താലും, കോമഡി ആയിരുന്നാലും ശരി, സീരിയസ് ആയിരുന്നാലും ശരി, എന്തെങ്കിലും നമുക്ക് മനസ്സിനകത്തുണ്ടെങ്കിൽ അവരുടെ അടുത്ത് തുറന്ന് പറയുക. പിന്നെ ഇങ്ങനത്തെ ഡ്രസ്സ് ചെയ്തോട്ടെ, അല്ലെങ്കിൽ ഇങ്ങനത്തെ ഗെറ്റപ്പിലായിക്കോട്ടെ എന്ന് നമ്മൾ സജഷൻ ചോദിക്കാമല്ലോ. ചോദിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അപ്പൊ അവർക്ക് അത് ശരിയാണെന്ന് പറഞ്ഞാൽ ശരിയെന്ന് പറയും, അല്ല അതിങ്ങനെയാണ് വേണ്ടത് എന്ന് പറഞ്ഞാൽ അത് അവർ പറയും. അപ്പൊ അതനുസരിച്ച് നമ്മൾ പോവുക. ഇപ്പൊ മലയാളത്തിലെ ചേച്ചി ആരുടെ കൂടെയാണ് കൂടുതൽ അഭിനയിച്ചിട്ടുള്ളത്? പെയറായിട്ട് അങ്ങനെ ആരുടെങ്കിലും പെയറായിട്ട്? എന്റെ റോൾസ് മുഴുവനും ഓരോരോ ഡിഫറെന്റ് ടൈപ്പ് ആയതുകൊണ്ട് അങ്ങനെ ഒരു പെയർ എന്ന് പറഞ്ഞ് കണക്കാക്കാൻ അങ്ങനെ ഒന്നുമില്ല. ബാസിയേട്ടനുണ്ടായിരുന്നു, SP ഹസൻ ഉണ്ടായിരുന്നു, അങ്ങനെ ഒരുപാട് പേരുണ്ടായിരുന്നു അപ്പോഴൊക്കെ. അപ്പൊ അവരുടെ കൂടെയൊക്കെ ഒരുപാട് പടങ്ങൾ ഞാൻ ചെയ്തിട്ടുണ്ട്. ഇപ്പം ജഗതിയുടെ കൂടെ വെച്ച് പോലും ചെയ്തിട്ടുണ്ട്. ജഗതി, ശ്രീകുമാർ,
ജഗതിയുടെ അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അവൻ്റെ ഭാര്യയായിട്ട് അഭിനയിച്ചിട്ടുണ്ട്, അവൻ്റെ കൂടെ ഒരു കോമഡി റോൾ അവൻ്റെ പേരായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. അപ്പം അതൊക്കെ ഇറ്റ്സ് ഗിഫ്റ്റാണ് അല്ലേ, അത്രയൊക്കെ ചെയ്യാൻ പറ്റിയല്ലോ എന്നുള്ള ഒരു ഇതുണ്ട് നമുക്ക്. അപ്പൊ ഒരു നല്ല സാറ്റിസ്ഫാക്ഷൻ ഞാൻ ഡെഫിനറ്റ്ലി. പിന്നെ അത് ഇനിയും വയസ്സായിപ്പോയല്ലോ എന്ന് തോന്നുന്നുണ്ട് ചിലപ്പോൾ, ചില റോളൊക്കെ ചെയ്യാൻ പറ്റുന്നില്ലല്ലോ എന്ന് വിഷമമുണ്ട്. ഒരു ആർട്ടിസ്റ്റായിട്ടിരിക്കുന്നത് കൊണ്ട് കുടുംബജീവിതത്തിൽ എന്തെങ്കിലും വിഷമതകൾ ഉണ്ടായിട്ടുണ്ടോ? ഇല്ല ഇല്ല ഇല്ല. ബിക്കോസ് ഞാൻ കല്യാണം കഴിച്ചത് ഹി വാസ് എ ഡയറക്ടർ ഭീം സിംഗ് എന്ന് പറഞ്ഞിട്ട്. അദ്ദേഹം എൻ്റെ ജോലിയിൽ ഒന്നും പറഞ്ഞിട്ടില്ല, ഷൂട്ടിങ്ങിന് പോകാൻ പാടില്ലെന്നോ പടത്തിൽ ഇൻഫാക്ട് ഞാൻ ഏത് പടത്തിന് ഷൂട്ടിങ്ങിന് പോകുന്നു എന്ന് പോലും ചോദിക്കാറില്ല, തമിഴാണോ മലയാളമാണോ എന്ന് പറഞ്ഞിട്ട്. ആൻഡ് ഹീ നെവർ റെക്കമെൻഡ്സ്. ഇപ്പോൾ എൻ്റെ പടത്തിൽ അഭിനയിക്കണം റെക്കമെൻഡ് ചെയ്തിട്ട് ആ വേഷം അവരെ ഇടാൻ പറയണം എന്ന് പോലും പറയില്ല. അവർ പ്രൊഡ്യൂസേഴ്സായിട്ട് അപ്രോച്ച് ചെയ്താൽ ശരി ചെയ്തോളാൻ പറയും, അത്രേ ഉള്ളൂ. അല്ലാതെ ഇന്റർഫിയർ ചെയ്യാറില്ല. എത്ര മക്കളുണ്ട് ചേച്ചി? ഒരേ ഒരു മകൻ. മലയാള സിനിമയിൽ അന്നും ഇന്നും സിനിമാ ഫീൽഡിൽ എന്തെങ്കിലും വ്യത്യസ്തത തോന്നിയിട്ടുണ്ടോ? എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് വ്യത്യാസമില്ല. ബിക്കോസ് അപ്പോൾ ഉണ്ടായിരുന്ന ആൾക്കാരും അപ്പോൾ അവരും യങ്സ്റ്റേഴ്സ് ആയിരുന്നില്ലേ, അവരും ഇതുപോലെ തന്നെയാണ് എന്നോട് പെരുമാറിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ വന്നിരിക്കുന്നത് ഇപ്പോൾ ലേറ്റസ്റ്റ് സ്റ്റാർ ജയറാം, മമ്മൂട്ടി, മോഹൻലാൽ, പിന്നെ ജയറാം, വിനീത്, അങ്ങനെ ഇപ്പോഴത്തേത്. പിന്നെ അത് കുറച്ച് അതിന് മുമ്പ് എന്താണ്ടായിരുന്നു സുകുമാരൻ, സോമൻ, ജയൻ, അങ്ങനത്തെ ഒരു ഇതായിരുന്നു. അപ്പോൾ ഇവരെല്ലാവരും എന്നെ ചേച്ചി എന്നല്ലാതെ അവരാരും വിളിച്ചിട്ടുമില്ല. ബിക്കോസ് അപ്പോൾ തൊട്ടേ നമ്മൾ ഈ ഫീൽഡിലുള്ളത് കൊണ്ട് എവറിബഡി നോസ് മീ. അതുകൊണ്ട് എനിക്ക് ഡിഫറൻസ് ആയിട്ട് ഒന്നും അറിയുന്നില്ല. മറ്റുള്ളവര് മക്കളെ വളർത്തിയതുപോലെയാണോ ഞാൻ എന്റെ മോനെ വളർത്തിയത്? താഴെയും വെച്ചിട്ടില്ല, തലയിലും വെച്ചിട്ടില്ല. അവന് സൂക്കേട് വരുമ്പോ ഞാൻ ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. ചെട്ടികുളങ്ങര ഭരണി നാളിലാണ് ഞാൻ അവനെ പെറ്റത്. ആറന്മുള വള്ളംകളി ദിവസമാണ് അവന്റെ അച്ഛൻ ചത്തത്. എടാ, എന്റെ മോൻ എന്താ ഒരു കുറവ്? എനിക്ക് നിന്നെ അറിഞ്ഞൂടെ? കുറിഞ്ഞാട്ട കൊച്ചു കുഞ്ഞാശാൻ അവനെ എഴുത്തിഞ്ഞിരുന്നു. ഞാൻ അവനെ കുളിപ്പിച്ച് കണ്ണെഴുതി പൊട്ടുതൊട്ട് പട്ടുകോണം ഉടുപ്പിച്ച് എന്റെ പൊന്നു മക്കളെ. ആരുണ്ടോ ഇത് വല്ലതും കണ്ടിട്ടും കേട്ടിട്ടും? ഹരിപ്പാട്ടമ്പലത്തില് 9ാം ഉത്സവം. ഓ, എന്ത് ശേരാണെന്ന് പറഞ്ഞറിയിക്കാനുണ്ടോ? ആൾക്കൂട്ടത്തിന്റെ ഇടയിൽ നിൽക്കുന്നു വിജയന്റെ അച്ഛൻ. ഞാനങ്ങ് അമ്മയുടെ പുറയിലങ്ങ് ഒളിച്ചു. എന്റെ അമ്മ ചോദിക്കുക, എന്താ പെണ്ണേ നിനക്ക് ഇത്ര നാണോന്ന്? നീ മനുഷ്യരെ കണ്ടിട്ടില്ലേ? എന്തൊരു വെള്ളപ്പൊക്കമാ, നാട്ടിലൊക്കെ പട്ടിണി. പക്ഷെ അടുത്ത കൊല്ലം ഭയങ്കര വിളവാ. കറ്റ കൊയ്ത് മല പോലെ കൂട്ടിയിരിക്കുന്നു. അറയും പത്തായവും നിറഞ്ഞിരിക്കുന്നു. 30 പറ നെല്ല് പുരയുടെ മൂലയിൽ കൂട്ടിയിരിക്കുന്നു. ഒക്കെ കിളിച്ചുപോയി. കുറെ അവരെളിച്ചു. പുള്ളിക്കാരൻ കാണുന്നവർക്കൊക്കെ വാരി വാരി കൊടുത്തു. അമ്മയ്ക്ക് ആഹാരം കഴിക്കണ്ടേ? പിന്നെ ഞാൻ നിനക്ക് വേണ്ടി കാത്തിരിക്കല്ലേ. ഏതൊക്കെ ഭാഷയിലാണ് അഭിനയിച്ചിട്ടുള്ളത്? ഞാൻ തമിഴ്, തെലുങ്ക്, മലയാളം, പിന്നെ ഹിന്ദി പടം അത് അഭിനയിച്ചിട്ടില്ല, പക്ഷെ ഡാൻസ് ചെയ്തിട്ടുണ്ട്. ബംഗാളി ഒരു മൂവി, ഇത് ഗോപി കൃഷ്ണയും ഞാനുമായിട്ട് ഹീറോയിനായിട്ട് അഭിനയിച്ചാണ്. നിർത്തരെ തലേ തലേ എന്ന് പറഞ്ഞിട്ടൊരു പടം. കന്നഡ പടത്തിലും ഡാൻസ് ചെയ്തിട്ടേ ഉള്ളൂ. പിന്നെ ഈ സിലോണീസിൻ്റെ ആ പടത്തിലും ഞാൻ ഡാൻസ് ചെയ്തിട്ടുണ്ട്. SS രാജൻ എന്ന് പറഞ്ഞ് അദ്ദേഹം ഡയറക്റ്റ് ചെയ്തിരുന്ന മൂവിയാണ് സിലോണീസ് പടം, അതിലും ഡാൻസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും ബിസി ആയിരിക്കുന്ന ചേച്ചിക്ക് ടൈം കിട്ടാറില്ല, എന്നാലും കിട്ടുന്ന സമയത്ത് എന്താ ചെയ്യുക? ഞാൻ എൻ്റെ വീട്ടിൽ മിക്കവാറും എനിക്ക് ജോലിയുണ്ട്. വീട് ക്ലീൻ ചെയ്യുന്നത്. പിന്നെ എൻ്റെ വീട്ടിൻ്റെ മുകളിൽ പാർലറുണ്ട്, ബ്യൂട്ടി പാർലർ. അപ്പോൾ പാതി സമയം അവിടെ ആരെങ്കിലുമൊക്കെ വന്നുകൊണ്ടിരിക്കും. ഞാനും വർക്ക് ചെയ്യും അവിടെ. സമയം കിട്ടുമ്പോഴൊക്കെ വർക്ക് ചെയ്യും. വീട്ടിൽ ശരിയായിരിക്കും. ഇപ്പോൾ എനിക്കൊരു കൊച്ചു മോനുണ്ട്, മോൻ്റെ മോൻ. അപ്പോൾ പാതി സമയം കളിക്കുകയും അങ്ങനെ പോകും. ശരി, ഇത്രയും വർഷം ഈ ഫീൽഡിൽ തന്നെ നിൽക്കുകയാണല്ലോ. അപ്പം അത്രയും പിടിച്ചു നിൽക്കാനുള്ള ഒരു കാര്യം ചേച്ചിക്ക് പറയാനൊക്കും? സാധാരണ ആരും ചിലർ ഇപ്പം മിക്കവാറും ഒരു 4 വർഷം 5 വർഷം അങ്ങനെ ചിലർ നിൽക്കാറുള്ളൂ. അപ്പം
ചേച്ചി ഇത്രയും 40 വർഷം. അത് ഹീറോയിൻസ് ആയിരിക്കും ഈ കുറച്ചു കാലം നിൽക്കുന്നത്. അതെ. ബാക്കി എന്നെ പോലെ ആർട്ടിസ്റ്റ് കുറെ പേരുണ്ട് ഇവിടെ തന്നെ. ബട്ട് മേ ബി കണ്ടിന്യൂസ് ആയിട്ട് വർക്ക് ചെയ്യുന്നില്ലായിരിക്കാം. അത് ഒന്നാമത്തെ കാര്യം, ഞാൻ ദൈവത്തിനെ വിശ്വസിക്കുന്നതാണ്. രണ്ടാമത് എൻ്റെ കുഞ്ഞമ്മ, എൻ്റെ പത്മിനിയക്കൻ്റെ അമ്മ, ആ അമ്മയാണ് എന്നെ വളർത്തിയതും ഇത്രയൊക്കെ ആക്കിയതും. ഞാൻ അവരെ വിചാരിക്കാതെ ഒരു ദിവസം പോലും ഇരിക്കില്ല. ആ കുഞ്ഞമ്മയുടെ അനുഗ്രഹമാണെന്ന് വേണമെങ്കിലും പറയാം. പിന്നെ നമ്മുടെ പ്രൊഡ്യൂസേഴ്സ്, ഡയറക്ടേഴ്സ്, കൂടെ വർക്ക് ചെയ്യുന്ന ആർട്ടിസ്റ്റ്, അവരെല്ലാവരെയും കോഓപ്പറേഷനാണ്. ഇപ്പോൾ അവർ വിചാരിച്ചാൽ മതി, എന്നെ വിളിക്കാതിരുന്നാൽ പോരെ, ഞാൻ അഭിനയിക്കാൻ ഒക്കില്ല. സോ ഐ മസ്റ്റ് താങ്ക്സ് പറയേണ്ടത് അവർക്കാണ്. പിന്നെ ഓഡിയൻസ്, അപ്പോൾ അവർ കണ്ട് അവർ നന്നായിരിക്കുന്നു എന്ന് പറഞ്ഞാലല്ലേ പിന്നെയും എന്നെ വർക്കിന് വിളിക്കുകയുള്ളൂ. അപ്പോൾ ഓഡിയൻസും എൻ്റെ ഫാൻസ്, ഓഡിയൻസ് അവരൊക്കെയാണ് എന്നെ കാരണം. അല്ലാതെ നമ്മുടെ കയ്യിലൊന്നുമില്ല. സമയം കിട്ടിയ ഡയറക്ഷനോ പ്രൊഡക്ഷനോ എന്തെങ്കിലും? ഇല്ല. എനിക്ക് അഭിനയിക്കണം, എല്ലാവരുമായിട്ട് ഇങ്ങനെ സന്തോഷമായിട്ട് കഴിയണം. എന്തിന് ഇതൊക്കെ എടുത്താൽ ഭയങ്കര പ്രോബ്ലമാണ്. ഒരു പടം എടുത്താൽ പിന്നെ തിരിച്ച് പടം എടുക്കണം. അപ്പൊ അത് ഓടുന്നുള്ളത് എങ്ങനെ നിശ്ചയം? എന്തിന്റെ പ്രോബ്ലംസ് അല്ലേ തന്നെ. ഇങ്ങനെ സന്തോഷമായിട്ട് ഇരുന്ന